പപ്പാജി വന്ന് ഈ ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട സാധനമാണത്. ഉരുളക്കിഴങ്ങ് വറുത്താക്കാൻ കൂടെ കിട്ടുന്നതാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചില്ലി ചോക്ലേറ്റ് മേടിച്ചു. അത് ഗ്രില്ല് ചെയ്ത് ഫിഷ് അടുത്ത് നമ്മൾ മേടിച്ചിരിക്കുന്നത് ചൂറോസ്. മച്ചമാർ ഇതൊരു വെറൈറ്റി സാധനമാണ്. ബ്രെഡ് ബൂസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബെർലിൻ എന്ന സിറ്റിയിലെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റാണ്. ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയാൻ കാരണം ജർമ്മനിയിൽ ഇപ്പം മുക്കിലും മൂലയിലും ക്രിസ്മസ് മാർക്കറ്റിന്റെ ബഹളം ഒരുക്കുള്ളൂ. അതേ കേസ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ മര ക്രിസ്മസിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓരോ സിറ്റിയിലും പല പല സ്ഥലത്തായിട്ട് ചറപറ ക്രിസ്മസ് മാർക്കറ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ബെർലിനിലുള്ള ഒരു വെറൈറ്റി ക്രിസ്മസ് മാർക്കറ്റാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇപ്പൊ സമയം 5:30 കണ്ട. പുറത്ത് നോക്കി ഇരുട്ട്. ഇവിടെ 3:30 ഇപ്പൊ സൺസെറ്റ് ആണ്. ഇവിടെ തുടങ്ങും മച്ചാമാരെ ഈ കടകളുടെ സ്റ്റാർട്ടിങ്. നട്ട്സിന്റെ കടകൾ, അതേപോലെ മരത്തിന്റെ സാധനത്തിന്റെ കടകൾ, അങ്ങനെ ഇഷ്ടംപോലെ കടകളാണ് ഇവിടെ. ഗൈസ് ഇപ്പൊ പപ്പാഞ്ഞകത്ത് പപ്പാഞ്ഞി കയറി പപ്പാഞ്ഞ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. പറപ്പ് ചൂടുവാപ്പാ. ഗൈസ് നോക്കിയിരുന്നോ ഏത് നിമിഷവും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ നിൽക്കുന്ന ജനങ്ങളെല്ലാം പപ്പാഞ്ഞി വണ്ടി കാണാൻ വന്ന് നിൽക്കുകയാണ്. പപ്പാഞ്ഞി വണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ അതിൻ്റെ അകത്ത് കയറിക്കാൻ വേണ്ടി കുറെ നേരം സ്റ്റാർട്ടാകണല്ല. സ്റ്റാർട്ടാക്ക് പാപ്പാ. അതെ 6:28 ഇനി 2 മിനിറ്റ് കൂടി ഉള്ളൂ. ചിലപ്പോൾ സ്റ്റാർട്ടായിരിക്കും. അനങ്ങനുണ്ട്. ആ അതെ അതെ പപ്പാഞ്ഞി വന്ന് പാപ്പാ എന്തോ പൊളിച്ച്. മിഠാറിയോ അതൊക്കെ നടക്കാൻ പോലും വയ്യ. പിന്നെ ഞാൻ മുട്ട അറിയാൻ പോകുന്ന എവിടെ വരെ പോകുന്ന നോക്കി. കമ്പിത്തിരി എത്തിച്ച്. അയ്യോ ലൈറ്റ്. പാപ്പാ റിവേഴ്സ് കയറിട്ട് തിരിച്ചോണം. എന്ത് സ്പീഡാണ്. ഗ്രില്ല് ചെയ്ത് ഫിഷ്. സാൽമനുണ്ടോ? സാൽമൺ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ആ ഗ്രില്ല് ചെയ്തതിൻ്റെ ഫിഷിന് 10 യൂറോ. ഇത് സാൽമണാണ്. വേണ്ട പല കൊച്ചിട്ട് ഗ്രില്ല് ചെയ്യണോടാ. നൈസ് സെറ്റപ്പ് ഇല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കണ്ട അവിടെ. 10 യൂറോ ഒരു ബോക്സിന്. ആ സാധനം ചീസാണ്. ആ ചീസിൻ്റെ ഉള്ളിലേക്ക് ആ പാസ്ത ഇടും, എന്നിട്ട് ഇളക്കും, എന്നിട്ട് സെറ്റ് കൊടുക്കും. നൈസല്ലേ? ഇത് ചീസിൻ്റെ കട്ട. മറ്റന്മാരെ ഈ സാധനം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊരു വെറൈറ്റി സാധനമാണ്. പാസ്ത ആ സാധനത്തിലിട്ട് തന്നത്. പാസ്തേഷ് ഇൻഫാക്കാണ് ഓർഡർ ചെയ്യാൻ പോണം. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നു. എടാ എടുത്തറ. ഇതുണ്ട്. ഇത് ചുരണ്ടിടും ചീസ് മൊത്തം ഇതിൻ്റെ അതോട്ട്. ആ ചീസ് ഇത് മൊത്തം പാത്രമല്ല, ചീസിൻ്റെ പാത്രമാണ്. ചീസിൻ്റെ പാത്രത്തിലേക്ക് ചുരണ്ടി ഇട്ടിട്ട് അതിലേക്ക് അവന്മാർ ഈ കുക്ക് ചെയ്യണ സാധനങ്ങൾ തട്ടും. ഇതാണ് പരിപാടി. പക്ഷെ നൈസ് സാധനമാണ്. താങ്ക് യു. vielen Dank. നല്ലതാണോ? ഞാൻ ഗൈസ് കഴിക്കാൻ വേണ്ടി വേണ്ട. നല്ല ചൂടുണ്ട്. നല്ല ചീസി ഫ്ലേവർ ഉണ്ട്. നല്ല 10 യൂറോണ് സാധനമായത്. 10 യൂറോന് പുറത്താണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കൊണ്ട് കണ്ടിട്ടുണ്ട്. നൈസാണ്. അടിപൊളി സാധനം. മല എങ്ങനെയുണ്ട് പറ. മന്ത്രാത്രം പോരുന്നു പൊട്ടൻ. എങ്ങനെയുണ്ട്? ഇത് നൈസല്ലേ? നേരത്തെ പോയ പപ്പാഞ്ഞിയുടെ വണ്ടിയില്ലേ ഇതേ ഇരിക്കണത്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് അവന്മാർ പറന്നങ്ങാട് പോയത്. ഇങ്ങോട്ട് പോയി. ഇതേ ഇരിക്കണ സാധനം. മരതേ അടുത്ത കട. ഇത് പൂരിയുടെ വെറൈറ്റി ആണ് കേട്ടോ. ആയിരിക്കണ പൂരിയാണ്. പൂരി പല പല മസാല വെച്ച് അവന്മാർ കൊടുക്കും. അത് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. പൂരി കുറേ തന്ന അടുത്ത് നമ്മുടെ അടുത്ത് ഇനി പൂരി പിന്നെ തിന്നാൻ എന്ത് ചെയ്യാനാണ്. അടുത്ത കട നോക്കാം. ഉരുളക്കിഴങ്ങ് വറുത്താക്കാൻ കൂടെ കിട്ടുന്നതാണ്. ലേസ് പോലത്തെ സാധനം വരെ ചിപ്സാക്കി അടിച്ച് കഴി തരുന്നുണ്ട്. അത് ചേച്ചി കയ്യിലിരിക്കണം. പക്ഷേ അതും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. വെറൈറ്റി സാധനം വേണം നമുക്ക്. ഇതൊക്കെ ഒന്നും പോരാ. ഇതുവരെ എനിക്ക് കഴിക്കാത്ത സാധനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. മച്ചമാർ ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇത് ബ്രെഡ് ബൂസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്യണില്ല. നമ്മൾ വേറെ സ്ഥലം നോക്കി പോകണേണ്. കാരണം അവിടെ കൂടുതൽ മീറ്റ് നമ്മൾ കണ്ടു. ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ മേടിക്കേണ്ട ഓത്തൻറ്റിക് സാധനം അതാണ് ഇപ്പോൾ മേടിക്കാൻ പോകണം. ബ്ലൂ വൈൻ. കമോൺ ഗൈസ്. യാ ഇതാണ് ജർമ്മൻകാരുടെ ഓതന്റിക് സാധനം. ക്രിസ്മസ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുടിക്കേണ്ട സാധനമാണത്. ബ്ലൂ വൈൻ. ഇതിൻ്റെ ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ
നമ്മുടെ നോർമൽ വൈൻ ചൂടാക്കിയത് നല്ലോണം തിളച്ചൊരു സാധനമാണ്. ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ്, കുറച്ചും കൂടി സ്വീറ്റ്നസ് ഉണ്ട്. സാധനം ആടി നമുക്ക് തരും. ഈ തണുത്ത ക്ലൈമറ്റിന് പറ്റിയ സാധനമാണത്. ഈ ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട സാധനമാണത്. 5 € കൂടെ. എന്താ രസമാണ് തോന്നണം? ചൂടാക്കിയ വൈൻ പോലെ ഇല്ല, മധുരം ഇല്ല, സ്പൈസ് ഫീൽ ചെയ്യണ്ട. നല്ല സ്പൈസ് ഫീൽ ചെയ്യും. ഈ തണുപ്പത്ത് കുടിക്കണതിനൊരു സുഖമില്ലേ? ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചില്ലി ചോക്ലേറ്റ് മേടിച്ചു. ചില്ലി ചോക്ലേറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. കഴിക്കട്ടെ. എരിവില്ല. പക്ഷേ ചോക്ലേറ്റിന്റെ ഇത് ചില്ലിയുടെ ഫ്ലേവർ ഉണ്ടല്ല, ഒരു തരി എരിവില്ല. എരിവ് പിടിച്ചു വെക്കും, എന്നിട്ട് നമ്മളെല്ലാം കഴിച്ച് എരിവുണ്ടോ? ചെറിയൊരു എരിവുണ്ട്. അരിയുണ്ട്. എരിവുണ്ടോ? ചില്ലി കടിച്ചതിന്റെ ഇതില്ലേ? അപ്പൊ എനിക്ക് തുമ്പായുടെ നല്ല എരിവാണ് കേട്ടോ. എനിക്ക് എരിവുണ്ട. ഞാൻ തുമ്പ കഴിച്ചപ്പോ എരിവുണ്ടായില്ല. പക്ഷെ ഉള്ളിലേക്ക് പോകുന്നവർ ഹാർഡായി തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ടു. സാധനം കൊള്ളാം. ഇത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ള നല്ലോണം കടിച്ച് വലിക്കണം. പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? ബ്രെഡിന് വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഫോൾ കോമ്പറ്റാണ് മച്ചന്മാർ. നല്ല സ്ലോ കുക്ക് ചെയ്ത് പോർക്കണ്ട. ഇത് കണ്ട, ഈ മീറ്റ് കണ്ടാൽ തന്നെ അറിയാണ്ട. നല്ല കിട്ടിലും പോർക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ബ്രെഡ് നല്ലതാണ്, നല്ല ഫോൾക്കോൺ ബ്രെഡ്. വലിയ ഹാർഡല്ല സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ പോർക്ക് കഴിക്കൂല, അതുകൊണ്ടാണ് ഇവനൊരു ദിവസം പോർക്കെന്ന് വയറിളകി. അന്നോട് ഇവൻ പോർക്ക് കഴിക്കൂല. പക്ഷെ നല്ല കിട്ടില്ല സാധനം ഉണ്ടോ? അടിപൊളിയായിരുന്നു. ഞാനൊരു കടി കഴിക്കട്ടെ. വേറൊരു ഫ്ലേവർ. താങ്കേ. സൂപ്പർ. താങ്കേ. അടുത്ത് നമ്മൾ മേടിച്ചിരിക്കുന്നത് ചൂറോസ്. ഈ സാധനം ഫ്രൈഡ് എന്തോ സാധനത്തിൽ ന്യൂട്ടല്ല എന്ത് സംഭവം നിൽക്കട്ടെ, നമ്മളെ കഴിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഡയറ്റ് പിന്നെ ന്യൂട്ടല്ല ട്രൈ ചെയ്യും. കൂടുതൽ സാധനം അടുത്ത സമയം ട്രൈ ചെയ്യാൻ പോകുന്നത് സ്റ്റീക്ക്, ബീഫ് സ്റ്റീക്ക്. ഞാൻ സ്റ്റീക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ, ബ്രെഡ് കഴിക്കുന്നില്ല. അതെ, ഇത് പോർക്കാണ്. കഴിച്ചപ്പോൾ മനസ്സിലായി. നൈസാണ്, നൈസ് സ്റ്റീക്ക്. ആഹാ, ആ ഒരു ഫാറ്റിൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയുണ്ട്. ഇമാലേ, അടുത്ത ഇമാനേ സൂപ്പർ സാധനം ടേസ്റ്റ്. ദേ ഈ കട ഞാൻ വിളിച്ചത് വേറെ സൂത്രം കാണിച്ചിട്ടേ. ദേ ഇവിടെ ഇന്ന സ്റ്റോർ എന്നുണ്ട്. ഇന്ന സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. മസാല കിങ്, ഇന്ത്യൻ സ്ട്രീറ്റ്, ചിക്കൻ കുറുമ ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, മാംഗോ ചിക്കൻ ഉണ്ട്, ലാം കറി ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, ദാൽ മഖനി, ചന മസാല, സബ്ജി എല്ലാം ഉണ്ടല്ലോ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. നിറച്ച് ഇന്ത്യക്കാരാണ് മൊത്തം. ജർമ്മൻസ് വളരെ കുറവാണ് ഗൈസ്. ഇന്ത്യക്കാരുടെ ബഹളം ഗൈസ്. വയറാന്നി എത്ര ഉള്ളൂ ഇന്നത്തേക്ക്. നമ്മൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലെ അങ്കപ്പെട്ട് കഴിഞ്ഞു ഗൈസ്. ഖത്തം ഹോ ഗയ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചൂസ്.